നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരായ ആളുകൾ ജീവിച്ച പാതയിലൂടെ ജീവിക്കാനുള്ള അവസരം പലപ്പോഴും നമുക്ക് ലഭിക്കാറില്ല. മഹാനായ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെല്ലാം ഈ ലോകത്ത് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ജീവിച്ച ജീവിതവും, അതുപോലെ മഹാനവറുകൾ അള്ളാഹുവിനെ ആരാധിച്ച രൂപവും, അതുപോലെ അള്ളാഹുവുമായിട്ട് മഹാനവറുകൾ ലയിച്ചു ചേർന്നതും അതെല്ലാം നമ്മൾ ചരിത്രങ്ങളായിട്ടും അതുപോലെ അനുഭവങ്ങളായിട്ടും ധാരാളം കേൾക്കുന്നവരും അറിയുന്നവരുമാണ്. പക്ഷേ മഹാനായ സി.എം. വലിയുല്ലാഹി അവിടുന്ന് ജീവിച്ചതുപോലെ ഒന്ന് ജീവിക്കാൻ, മഹാനവറുകൾ അള്ളാഹുവിനെ ആരാധിച്ചതുപോലെ ഒന്ന് ആരാധിക്കാൻ, മഹാനവറുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതുപോലെ ഒന്ന് സ്നേഹിക്കാൻ, മഹാനവറുകൾ മദീന റൗളയിൽ ചെന്ന് റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്തതുപോലെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ, അതിനൊന്നും പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. പക്ഷേ ഇതെല്ലാം ചെയ്ത് അള്ളാഹുവിന്റെ വലിയ സാമീപ്യം കരസ്ഥമാക്കിയ മഹാനായ ഖുതുബുൽ ആലം റഈസുസ്സാഹിദീൻ മഹാനവറുകളോട് മനസ്സിന്റെ ഉള്ളിൽ അടങ്ങാത്ത ഹുബ്ബും വലിയ ബഹുമാനവും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ആകെ മനസ്സിന്റെ ഉള്ളിലുള്ള പ്രതീക്ഷ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്ന ഒരു ഹദീസിൽ കാണാം, അഹ്മദ് മുഹമ്മദ് എന്ന പേരുള്ള രണ്ട് ആളുകൾ, ആ രണ്ട് ആളുകളെ നാളെ മഹ്ശറയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ രണ്ട് ആളുകളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കൽപ്പന അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കൽപ്പന ലഭിച്ചപ്പോൾ ഈ രണ്ട് ആളുകളും അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, ബിമസ്തഹൽനാഹാ, അള്ളാഹുവേ, ഞങ്ങൾ സ്വർഗത്തിൽ കയറാനുള്ള അമലുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങൾ സ്വർഗത്തിൽ പോകാനുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കൽപ്പന നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് അല്ലാഹു തആല അവരോട് രണ്ടുപേരോടും പറയുന്നത്, നിങ്ങൾ സ്വർഗത്തിൽ പോകാനുള്ള അമലുകൾ ചെയ്തിട്ടില്ല എന്ന് നന്നായിട്ട് അറിയുന്നവനാണ് ഞാൻ. പക്ഷേ ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള ഒരാളെയും ഞാൻ നരകത്തിലിട്ട് ശിക്ഷിക്കുകയില്ല എന്നത് ഞാൻ ഏറ്റെടുത്ത കാര്യമാണ്. ആ ഒരു പേര് നിങ്ങൾക്ക് വെച്ചു എന്ന കാരണത്താലാണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ കൽപ്പിച്ചത് എന്ന് ഹദീസിൽ കാണാം. ആ വലിയ പ്രതീക്ഷയാണ്. മഹാനായ ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞതുപോലെ, യാതൊരു പ്രതീക്ഷയും എനിക്കില്ല, പക്ഷേ എന്റെ പേരിൽ മുഹമ്മദ് എന്ന് പേരുണ്ട്. ആ ഒരു പേരുള്ളത് കൊണ്ട് ഹബീബിന്റെ പേരുള്ള ഒരാളെ അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല. ആ പ്രതീക്ഷയാണ് എന്റെ മനസ്സിലുള്ളത്. അതുപോലെ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്, ഈ ഐനുന്നൂറിന്റെ കുടുംബത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്, മഹാനായ ഖുതുബുൽ ആലം റഈസുസ്സാഹിദീൻ സി.എം. വലിയുല്ലാഹിയുടെ വലിയ അടങ്ങാത്ത ഹുബ്ബുണ്ട്, വലിയ ഇഷ്കുണ്ട്. ആ സ്നേഹം കാരണമായിട്ട് നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്ന വലിയ പ്രതീക്ഷയാണ്.